മലപ്പുറം കുറ്റിപ്പുറത്താണ് സ്വകാര്യ ബസ് തലകീഴായി മറിഞ്ഞ അപകടമുണ്ടായത്. കോഴിക്കോട് നിന്ന് തൃശ്ശൂരിലേക്ക് വരികയായിരുന്നു ബസ്. അല്പം മഴയുടെ അന്തരീക്ഷം ഉണ്ടായിരുന്നു. ഇനി അമിത വേഗതയും മറ്റുമാണോ എന്ന കാര്യത്തിലൊക്കെ വ്യക്തത ഉണ്ടാകേണ്ടതുണ്ട്. റോഡിൻ്റെ നടുഭാഗത്ത് ഡിവൈഡറുണ്ട്. കോഴിക്കോട് തൃശ്ശൂർ രണ്ട് ഭാഗങ്ങളെ തിരിച്ചാണ് ദേശീയപാതയിൽ ഇപ്പോൾ ഗതാഗതമുള്ളത്. അതിനുള്ള ആ നിലയിലാണ് ഇപ്പോൾ പുതിയ പാത ക്രമീകരിച്ചിരിക്കുന്നത്. അതിൽ കോഴിക്കോട് നിന്ന് തൃശ്ശൂരിലേക്ക് വരുമ്പോൾ നടുവിലെ ഡിവൈഡറിൽ ഇടിച്ച്, കോൺക്രീറ്റ് ഡിവൈഡറാണ്, ആ ദൃശ്യങ്ങൾ നമുക്കത് കാണാം, ഇടിച്ച് ഇടതുഭാഗത്തെ ഡിവൈഡറിന് മുകളിലൂടെ തലകീഴായി മറിയുകയായിരുന്നു. അവിടെ ഒരു കാറുണ്ടായിരുന്നു, കാറിന് മുകളിലേക്കാണ് മറിഞ്ഞത്. പക്ഷേ കാറിൽ യാത്രക്കാരുണ്ടായിരുന്നില്ല. നേരത്തെ കഴിഞ്ഞ ദിവസം അപകടത്തിൽപ്പെട്ടൊരു കാറാണ് അവിടെ ഉണ്ടായിരുന്നത്. അതിന് മുകളിലേക്ക് മറിയുകയായിരുന്നു. ഒരാൾ മരിച്ചു എന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. 20 പേർക്കെങ്കിലും പരിക്കുണ്ട് എന്നതാണ് അരുൺ അമർനാഥ് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. ക്രെയിൻ ഉപയോഗിച്ച് ബസ് അവിടെ നിന്ന് മാറ്റാൻ ശ്രമിക്കുകയാണ്. ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. പക്ഷേ കോഴിക്കോട് തൃശ്ശൂർ പാതയിലെ വശത്തെ നടുഭാഗത്തെ ട്രാക്കിലൂടെ ഇപ്പോൾ ഗതാഗതം നടക്കുന്നുണ്ട്. അത് ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്നുണ്ട്. 4 ട്രാക്കുകളാണ് ആ പാതയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. 2 ഭാഗത്തുമായി 8 ട്രാക്കുകളുണ്ട്. ഒരു ഭാഗത്തോട് ഗതാഗതം ഇപ്പോൾ തുടരുന്നുണ്ട്. അവധി ദിവസമാണ്, വലിയ തിരക്കില്ല. പക്ഷേ ഇപ്പോൾ നേരം ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. ബസ് എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ഉൾപ്പെടെയുള്ളവർ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായി, നാട്ടുകാരാണ് ആദ്യം രക്ഷാപ്രവർത്തനത്തിനായി ഓടിയെത്തിയത്. ലഭിച്ച വാഹനങ്ങളിൽ പെട്ടെന്ന് തന്നെ സമീപത്തെ ആശുപത്രികളിലേക്ക് ആളുകളെ മാറ്റി. 3 പേരുടെ നില അല്പം ഗൗരവമുള്ളതാണ്, ഗുരുതരമാണ് എന്നതാണ് പ്രാഥമികമായി വരുന്ന വിവരങ്ങൾ. സമീപത്തെ 4-5 ആശുപത്രികളിലായാണ് ഇവരെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. താലൂക്ക് ആശുപത്രിയിൽ ഉൾപ്പെടെ. പരിക്കുമായി ബന്ധപ്പെട്ട് ഇനി കൂടുതൽ വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. പ്രാഥമികമായി വരുന്ന വിവരങ്ങളിൽ ആശ്വാസകരമാണ്. ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട ഭൂരിഭാഗം പേർക്കും വലിയ പരിക്കില്ല എന്നാണ് അരുൺ അമർനാഥുണ്ട്. അരുൺ, രക്ഷാപ്രവർത്തനത്തിൻ്റെ ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. എല്ലാവരെയും അവിടെ നിന്ന് മാറ്റി ബസ് അവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമവും നടക്കുകയാണ്. പുതുതായി കൂട്ടിച്ചേർക്കാൻ കഴിയുന്നത് എന്തെല്ലാമാണ്? അതെ രതീഷ്, വലിയ ഗതാഗത കുരുക്ക് ആ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഗതാഗതം പുനഃക്രമീകരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ബസ് അവിടെ നിന്ന് മാറ്റുകയാണ് ഇനിയുള്ള ദൗത്യം. പ്രാഥമികമായി തന്നെ വലിയ രീതിയിലുള്ള രക്ഷാ ദൗത്യത്തിന്റെ ഏകോപനവും ആദ്യ മണിക്കൂറിൽ തന്നെ ഉണ്ടായി. ദൃക്സാക്ഷികളെല്ലാം തന്നെ അവിടെ എത്തി കൂടുതൽ ആളുകളിലേക്ക് വിവരം അറിയിച്ചു. ജനപ്രതിനിധികൾ ഉൾപ്പെടെ എത്തി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തു. കൂടുതൽ ആംബുലൻസുകൾ, സ്വകാര്യ വാഹനങ്ങൾ ഉൾപ്പെടെ എത്തി പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റാൻ സാധിച്ചു എന്നുള്ളതാണ്. വലിയൊരു ആശങ്ക ഉണ്ടാക്കുന്ന അപകടമാണ്. പക്ഷേ അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു കാഷ്വാലിറ്റി നിലവിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് ആശ്വാസകരം. പക്ഷേ അവിടെയും ഒരു മരണം സ്ഥിരീകരിച്ചു എന്നുള്ളത് ഇത്തരത്തിൽ ദാരുണമായ ഒരു സംഭവമായിരുന്നു. എങ്കിലും ഒരുപാട് ജാഗ്രത പുലർത്തേണ്ട കാര്യങ്ങളുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ മേഖലയുമായി ബന്ധപ്പെട്ട് തന്നെ സൂചിപ്പിക്കാനുള്ളത് എന്നുള്ളതാണ് പ്രദേശവാസികളൊക്കെ തന്നെ പറയുന്നത്. നിലവിൽ നേരത്തെയും സമാനമായ രീതിയിൽ മാസങ്ങൾക്ക് മുമ്പ് ഇത്തരത്തിൽ ബസ് തലകീഴായി മറിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് നിലവിൽ സംഭവിച്ചിട്ടുള്ളത് ഈ കോഴിക്കോട് നിന്ന് തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന ബസ്സാണ്. ഈ ബസ് എത്തിയ ഈ ഡിവൈഡറിൽ ഇടിച്ച്, നിയന്ത്രണം വിട്ട് ഇടിച്ച് തലകീഴായി മറിഞ്ഞ് പാതയോരങ്ങളിലായി ഈ ദേശീയപാതയുടെ നിർമ്മാണ പ്രവൃത്തി നടക്കുന്ന ആ മേഖലയിൽ തന്നെ പാതയോരങ്ങളിലായി കാറുകൾ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കാറുകൾക്ക് മുകളിലേക്ക് ബസ് പതിക്കുകയായിരുന്നു എന്നുള്ളതാണ് സംഭവിച്ചിട്ടുള്ളത്. ആ മണിക്കൂറിൽ തന്നെ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിച്ചു. പക്ഷേ ഒരു മരണം സ്ഥിരീകരിക്കുകയുണ്ടായി. പിന്നാലെ തന്നെ 3 പേരുടെ നില ഇപ്പോൾ ഗുരുതരമാണ് എന്നുള്ളതാണ്. ഏത് തരത്തിലുള്ള ചികിത്സ ആണ് അവർക്ക് അനിവാര്യമെന്ന് ഉൾപ്പെടെ പരിശോധിച്ചുകൊണ്ട് ആ ചികിത്സയിലേക്കൊക്കെ കടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ബാക്കി 20 പേരുടെ നിലയിൽ പരിക്കുകളുണ്ട്. പക്ഷേ ആരോഗ്യനില തൃപ്തികരമാണ് എന്നുള്ള ഒരു ആശ്വാസമായ വാർത്ത കൂടി വരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇനി നിലവിൽ വേണ്ടത് രണ്ടാമത്തെ ദൗത്യം എന്ന നിലയിൽ ഈ ബസ് അവിടെ നിന്ന് ക്രെയിൻ ഉപയോഗിച്ച് മാറ്റുക എന്നുള്ളത് തന്നെയാണ്. ആ ദേശീയപാതയിലെ കാരണം വലിയ ഗതാഗതക്കുരുക്ക് സാധ്യമാകാനുള്ള സാധ്യതയാണുള്ളത്. കാരണം ആ മേഖലയിൽ എത്തുമ്പോൾ നിർമ്മാണ പ്രവൃത്തി നടക്കുന്നതിനാൽ തന്നെ അത്തരത്തിലുള്ള ക്രമീകരണങ്ങളാണ്. റോഡ് ഇടുങ്ങിയ ഒരു മേഖലയാണ് അവിടെ. അപ്പോൾ എത്രയും പെട്ടെന്ന് ഗതാഗതം പുനഃസ്ഥാപിക്കണം എന്നുള്ളതിനാൽ തന്നെ ബസ് ക്രെയിൻ ഉപയോഗിച്ച് മാറ്റുക എന്നതിലേക്കാണ് കടത്തിട്ടുള്ളത് എന്നുള്ളതാണ്. ഒരു മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. 3 പേരുടെ നില ഗുരുതരമാണ് എന്ന് പറയുന്നു. അവർക്ക് വേണ്ട ചികിത്സ നൽകി വരുന്നു. ഒപ്പം തന്നെ 20 പേർക്ക് പരിക്കേറ്റവരുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നുള്ളതാണ് പരിക്കേറ്റവരുമായി ബന്ധപ്പെട്ട വിവരം. രക്ഷാപ്രവർത്തനം വളരെ രീതിയിൽ തന്നെ പുരോഗമിക്കും. നാട്ടുകാരുടെ ഇടപെടൽ പ്രശംസനീയമാണ്. സമഞ്ജസയോടെയുള്ള അല്ലെങ്കിൽ അവസരത്തിനൊത്ത ഒരു ഇടപെടൽ തന്നെ നാട്ടുകാർ നടത്തി എന്നുള്ളത് തന്നെയാണ്. ബാക്കി മേഖലകളെ സംവിധാനങ്ങളൊക്കെ പ്രയോജനപ്പെടുത്താനും നാട്ടുകാർ പെട്ടെന്ന് തന്നെ